ഓം നമഃശിവായ. നാം ഇന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ 18ാമത്തെ വീഡിയോയെക്കുറിച്ചാണ്. ഇതിൽ നമ്മൾ 7ാം ഭാവത്തെക്കുറിച്ചാണ് ആദ്യമായി പറയുന്നത്. വിവാഹ മദനാലോക ഭാര്യാഭർത്തൃ സമാഗമ ശയ്യസ്ത്രീ സന്മനഷ്ടാർത്ഥ മൈഥുനാനാവി സപ്തമാൾ. 7ാം ഭാവം കൊണ്ട് പറയുന്നത് വിവാഹം, ദർശനം, ഭാര്യാഭർത്തൃ സമാഗമം, വരിക, പോകുക, ശയനോപകരണങ്ങൾ, ഭാര്യയുടെ വീട്, നഷ്ടപ്പെട്ട ധനം എന്നിവയെല്ലാം കുറിച്ചാണ് 7ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ഇനി നമുക്ക് പറയാൻ പോകുന്നത് കന്നിരാശിയെക്കുറിച്ചാണ്. കന്നിരാശി എന്ന് പറയുമ്പോൾ പരദേശ രാശി അഥവാ പ്രളയരാശി എന്നാണ് ജ്യോതിഷപ്രകാരം പറയുന്നത്. അതിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ്? കന്നിരാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൽ മുക്കാൽ, അത്തം, ചിത്തിരയര. ഇതാണ് കന്നിരാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ. അതിൻ്റെ പൊതുവായ സ്വഭാവം എങ്ങനെയുള്ളതാണ്? ഇവർക്ക് വിദേശ ബന്ധങ്ങളെല്ലാം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതാണ്. അന്യദേശവാസമാണ്. സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുവാൻ കഴിയുന്നവരാണ്. ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യുവാൻ പറ്റാത്തവരാണ്. മറ്റുള്ളവർക്കെന്നാൽ നല്ല മാർഗം കാണിച്ചു കൊടുക്കുവാൻ ഉപകരിക്കുന്നവരാണ്. കുടുംബത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നവരാണ്. ഇവർ കൂടുതലും ഒറ്റയ്ക്ക് താമസിക്കുന്നതും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതുമാണ് ഇവർക്ക് വളരെയധികം താല്പര്യമായിട്ടുള്ളത്. ഇനി നമ്മൾക്ക് പറയുന്നത് നമ്മൾ താമസിക്കുന്ന ഭൂമി എങ്ങനെയുള്ളതായിരിക്കണം? ഏത് ഭൂമിയിലാണ് നമ്മൾ താമസിച്ചാൽ നല്ലത് വരുന്നത്, ഐശ്വര്യം ഉണ്ടാകുന്നത്, സമ്പത്തുണ്ടാകുന്നത്, എങ്ങനെയുള്ള ഭൂമിയിലാണ് താമസിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കിഴക്ക് ഭാഗം താണും പടിഞ്ഞാറ് ഭാഗം ഉയർന്നു വിരിക്കുന്ന പറമ്പ് ഗോവീഥിയാണ്. ഇവിടെ താമസിക്കുന്നവർക്ക് ക്ഷേമവും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. രണ്ടാമതായിട്ട് അഗ്നിവീഥിയെക്കുറിച്ചാണ് പറയുന്നത്. അഗ്നികോൺ താണും വായുകോൺ ഉയർന്നു വിരിക്കുന്ന ഭൂമി അഗ്നിവീഥി എന്നാണ് പറയുന്നത്. ഇവിടെ താമസിക്കുന്നവർക്ക് ധനനാശമാണ് ഉണ്ടാകുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് കാലവീഥിയെക്കുറിച്ചാണ്. തെക്ക് ഭാഗം താണും വടക്ക് ഭാഗം ഉയർന്നു വിരിക്കുന്ന ഭൂമി കാലവീഥിയാണ്. ഇവിടെ താമസിക്കുന്നത് മൃതി ഭയമുണ്ടാകുന്നതാണ്. അടുത്തതായിട്ട് ഭൂതവീഥിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിര്യതികോൺ താണും ഈശാനുകോൺ ഉയർന്നു വിരിക്കുന്ന ഭൂമിയാണ് ഭൂതവീഥി എന്ന് പറയുന്നത്. ഇവിടെ താമസിക്കുന്നവർക്ക് കാര്യനാശമാണ് ഉണ്ടാകുന്നത്. ഇനി അടുത്തത് വാര്യവീഥിയെക്കുറിച്ചാണ് പറയുന്നത്. പടിഞ്ഞാറ് താണും കിഴക്ക് ഉയർന്നു വിരിക്കുന്ന ഭൂമിയാണ് വാര്യവീഥി എന്ന് പറയുന്നത്. ഇവിടെ താമസിക്കുന്നവർക്ക് ദാരിദ്ര്യമായിരിക്കും ഫലം. ഇനി അടുത്തത് നമ്മൾ സർപ്പവീഥിയെക്കുറിച്ചാണ് പറയുന്നത്. വായുകോൺ താണും അതുപോലെ തന്നെ അഗ്നികോൺ ഉയർന്നു വിരിക്കുന്ന ഭൂമിയാണ് സർപ്പവീഥി എന്ന് പറയുന്നത്. ഇവിടെ താമസിക്കുന്നവർക്ക് സന്താനനാശം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇനി ഏഴാമത്തെ ഇത് ഗജവീഥിയാണ്. വടക്ക് താണും തെക്ക് ഉയർന്നു വിരിക്കുന്ന ഭൂമി ഇത് ഗജവീഥിയാണ്. ഇവിടെ താമസിക്കുന്നവർക്ക് സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുവാൻ ഉണ്ടാകും. എട്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ധാന്യവീഥിയെക്കുറിച്ചാണ്. ഈശാനുകോൺ താണും നിര്യതികോൺ ഉയർന്നു വിരിക്കുന്ന ഭൂമിയാണ് ധാന്യവീഥി എന്ന് പറയുന്നത്. ഇവിടെ താമസിക്കുന്നവർക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും, ധനസമൃദ്ധിയും ഉണ്ടാകും. ഇനി നമുക്ക് പറയേണ്ടത് ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ അതിന് ഉത്തരം കണ്ടുപിടിച്ച് അത് കമൻ്റായിട്ട് പറയുകയോ അല്ലെങ്കിൽ
നമ്മൾക്ക് സന്ദേശമായി അയച്ചു തരികയോ ചെയ്യണമെന്ന് നിങ്ങളോട് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. അത് ഒരു പ്രഹേളികാ രൂപത്തിലുള്ള ശ്ലോകമാണ്. അത് പറയാം. വൃക്ഷാഗ്രവാസേന പക്ഷിരാജ ത്രിനേത്രധാരി ന ശൂലപാണി സുഖസ്ത്രധാരീന സിദ്ധയോഗി ജലം ച വിഭ്രാന്നകട കടന്യമേഘ. ഇതാണ് ഈ ശ്ലോകം. ഇതിൻ്റെ അർത്ഥം പറയാം. വൃക്ഷാഗ്രവാസീന പക്ഷിരാജ, വൃക്ഷത്തിൻ്റെ മുകളിലാണ് അധിവസിക്കുന്നത്. എന്നാൽ പക്ഷിരാജാവായ ഗരുഡനല്ല. ത്രിനേത്രധാരീന ശൂലപാണി, 3 കണ്ണുകളുമുണ്ട്. എന്നാൽ അത് ശിവനല്ല. തുകസ്ത്രധാരി ന സിദ്ധയോഗി, മേൽവസ്ത്രം ധരിച്ചിട്ടുണ്ട്. അതായത് മേൽവസ്ത്രം അണിഞ്ഞിട്ടുണ്ട്. എന്നാൽ സിദ്ധയോഗിയല്ല. അതുപോലെ തന്നെ ജലം ച വിഭ്രാന്ന കടന്നയോഗി, കടന്നമേഘ, അത് ജലം ഉള്ളിൽ നിറച്ചുണ്ട്. എന്നാൽ അതൊരു നിറകുടമല്ല, മേഘവുമല്ല. പിന്നെ അത് എന്തായിരിക്കുമെന്നാണ് നിങ്ങളുടെ വിചാരം? അതൊന്ന് മറുപടിയായിട്ട് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ഇത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്, എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. അതൊന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടു. ഇതിനേക്കാൾ നല്ല നല്ല വീഡിയോകളാണ് ഇനി നമ്മൾക്ക് വരുന്നത്. ജീവിതത്തിൽ പ്രാധാന്യമുള്ളതായിരിക്കും. ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും ഏറ്റവും കൂടുതൽ നന്മയുള്ളതുമായിട്ടുള്ള വീഡിയോകളാണ് നമ്മളിനി അയക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വൈക്കത്തപ്പൻ്റെ സകല നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് സകലവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് എല്ലാവർക്കും എല്ലാ ശുഭമംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വൈക്കത്തപ്പൻ്റെ നാമധേയത്തിൽ ഞാൻ ഇന്ന് പര്യവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തുന്നു.